പ്രിയമുള്ളവരെ, വിശുദ്ധമാക്കപ്പെട്ടതായ മദീനയിൽ ഇസ്ലാമികമാകുന്ന പ്രസരണം അതിശക്തമായി പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിലകൊള്ളുന്ന സന്ദർഭം. പരിശുദ്ധ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിൽ വന്ന് ജനങ്ങളെല്ലാവരും പ്രവാചകന്റെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്ത് വിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സാഹചര്യവും സന്ദർഭവും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുവാനും ജമാഅത്ത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പ്രവാചക പുങ്കവന്റെ തിരുചാരത്ത് വന്നണയുവാനും സ്വഹാബത്ത് എല്ലാവരും വലിയ താല്പര്യത്തോടുകൂടി നിലകൊള്ളുന്നതായ കാലഘട്ടം. മക്കയിൽ നിന്ന് ഒരു മനുഷ്യൻ, ആയിഷ എന്ന് പേരുള്ളതാകുന്ന പ്രായാധിക്യം നിലകൊള്ളുന്നതാകുന്ന ഒരു മനുഷ്യൻ, തൻ്റെ വലിയ ഒട്ടകത്തിൻ്റെ പുറത്തേക്ക് വിശാലമായ സാധന സാമഗ്രികളെല്ലാം കൂടി, വലിയ ഒരുക്കുമുതലെല്ലാം കൂടി കെട്ടിവെച്ച് പരിശുദ്ധമാക്കപ്പെട്ട മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കാൻ തുനിയുകയാണ്. അപ്പോൾ കൂട്ടുകാരാകുന്ന എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു. അവിശ്വാസിയാണ് അദ്ദേഹം, മക്കയിലെ പ്രമുഖ വ്യക്തിത്വമാണ് എന്ന് മാത്രമല്ല മക്കയിലെ എല്ലാ കൂത്തരങ്ങുകൾക്കും എല്ലാ തെറ്റുകൃത്യങ്ങൾക്കും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന മനുഷ്യനാണ്. എല്ലാ തെറ്റുകൾക്കും മുൻപന്തിയിലുണ്ട്. അങ്ങനത്തെ മനുഷ്യൻ വിശുദ്ധമാക്കപ്പെട്ട മദീനയിലേക്ക് എന്തിനു പോകുന്നു എന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ ആ കൂട്ടുകാർക്ക് അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ പോകുന്നത് പുണ്യ മദീനയിലെത്തി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനാണ്. എന്തിനാ മുഹമ്മദിനെ കാണുന്നത്? ആ പ്രവാചകന്റെ തിരുക്കരം പിടിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം മതം പുലുകുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം പ്രതിപാദിച്ചു. ഇത് കേട്ട് ആശ്ചര്യത്തോടുകൂടി ജനങ്ങളെല്ലാവരും നിലകൊള്ളുകയാണ്. കാരണം ജീവിതത്തിൽ ഇന്നലകൾ വരെ തെറ്റുകുറ്റങ്ങൾ മാത്രം ചെയ്തിരുന്ന ഒരു മനുഷ്യൻ, എല്ലാ തെറ്റുകൾക്കും മുൻപന്തിയിൽ നിലകൊണ്ടിരുന്നതായി മനുഷ്യന് എന്ത് സംഭവിച്ചു? ആയിഷ എന്ന് പറയുന്ന ആ മനുഷ്യനോട്, പ്രായാധിക്യം എത്തിയതാകുന്ന പ്രായം ചെന്നതാകുന്ന പടുവൃദ്ധനായ ആ വ്യക്തിയോട് ആളുകൾ എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി ആയിഷ നിനക്ക്? നീ എന്തിനാണ് പരിശുദ്ധമാക്കപ്പെട്ട മക്കയിലേക്ക് നീ പോകുന്നത്? മുഹമ്മദിൻ്റെതാകുന്ന അനുയായിയായാൽ ഒരുപാട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടി വരുമെന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഏതൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കേണ്ടി വരിക? അപ്പോൾ ആളുകൾ പറഞ്ഞു അത്രേ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെല്ലാവരും പ്രതിപാദിച്ചു, നീ 5 നേരം കൃത്യമായി അദ്ദേഹത്തിൻ്റെതാകുന്ന ശിഷ്യഗണങ്ങളിൽപ്പെട്ട ബിലാൽ എന്ന് പറയുന്ന മനുഷ്യൻ, കറുത്ത നീഗ്രോ മനുഷ്യനാകുന്ന വ്യക്തി, ബാങ്ക് മുഴക്കുന്ന സമയത്ത് 5 നേരം മുഹമ്മദിന്റെ ദൈവമാകുന്ന അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യൽ നിർബന്ധിതനാണ്. ഒരൊറ്റ വക്കത്ത് പോലും നിനക്ക് അതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ പറ്റൂല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അത് നല്ലതാണല്ലോ. എല്ലാ നേരവും ലാത്തയും മുസയും എന്ന് പറയുന്ന ബിംബങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് മക്കയിൽ കഴിഞ്ഞുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം 5 നേരം മാത്രമായി ചുരുക്കപ്പെട്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുളവാക്കുന്ന വസ്തുതയാണ്. കേവലം ഒരു 10 മിനിറ്റ് മാത്രം മുഹമ്മദ് പറയുന്നതാകുന്ന ദൈവത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ ആ മതത്തിന്റെ ആദർശത്തിൽ തന്നെ നിലകൊണ്ട് സ്വർഗം കരഗതമാക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ച് വിശുദ്ധമാക്കപ്പെട്ട മദീന ഭാഗത്തേക്ക് തിരിച്ച് 450 കിലോമീറ്ററിന് ദൂരെയുള്ളതാകുന്ന മദീനയിലേക്ക് യാത്ര ചെയ്യാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കണം നിങ്ങൾ. ആയിഷ എന്ന് പറയുന്ന മക്കയിലെ എല്ലാവിധ തെറ്റുകൾക്കും വ്യാപൃതനായിരുന്ന, ചുക്കാൻ പിടിച്ചിരുന്ന, നേതൃത്വം നൽകിയിരുന്ന ഈ മനുഷ്യൻ പരിശുദ്ധമാക്കപ്പെട്ട മദീന ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കാൻ തുനിയുകയാണ്. കൂട്ടുകാർ വന്നുകൊണ്ട് വീണ്ടും പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ നമസ്കാരം നിലനിർത്തിയാൽ മാത്രം പോരാ, വിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിച്ചാൽ പരിശരഹിത ജീവിതം നയിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാനതിന് തയ്യാറാണ്. മാത്രമല്ല നിന്റേതാകുന്ന സമ്പത്തിൽ നിന്ന് കൃത്യമായി വർഷാവർഷം കച്ചവടത്തിന്റെയും സ്വർണത്തിന്റെയും എന്നൊക്കെ പേര് പറഞ്ഞ്, കച്ചവടത്തിന്റെ സക്കാത്ത് എന്ന പേര് പറഞ്ഞ്, സ്വർണത്തിന്റെ സക്കാത്ത് എന്ന പേര് പറഞ്ഞ്, വെള്ളിയുടെ സക്കാത്ത് എന്ന പേര് പറഞ്ഞ് നിന്റെ കയ്യിലിരിക്കുന്നതാകുന്ന എല്ലാ സ്വത്തുകളും അതിൽ നിന്ന് 2.5% പാവപ്പെട്ടവൻ അർഹതപ്പെട്ടതാണെന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഒരു പ്രവണത മുഹമ്മദിന് കൈവശമുണ്ട്. എങ്ങനെയെങ്കിലും ഇവനെ തെറ്റിച്ച് തിരിച്ചു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ്. കാരണം ഇയാൾ പോയാൽ ഇവിടെ നാട്ടിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നേതൃത്വം നൽകാൻ ആളില്ലാതെ പോകും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു വിളിക്കണം. അതിനുവേണ്ടി ശത്രുക്കൾ എല്ലാവരും, അവിശ്വാസികൾ എല്ലാവരും ഒന്നടങ്കം പരിശ്രമിക്കുകയാണ്.
ശത്രുക്കളെന്ന് ഞാൻ പറഞ്ഞത് വിശുദ്ധ ഇസ്ലാമിന്റെ വിരോധികളാകുന്ന വിശ്വാസികൾ, മക്കയിലെ പക്ക മുശ്രിക്കുകളാകുന്ന ആളുകൾ. അവർ അദ്ദേഹത്തെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാ വർഷവും സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ 2.5% പാവപ്പെട്ടവർക്ക് അർഹത കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്നിലുള്ള സമ്പത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കുന്നു, എനിക്കത് പ്രശ്നമല്ല. എങ്കിൽ നീ അറിയണം, നിനക്ക് വ്യഭിചരിക്കാൻ പറ്റൂല വിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചാൽ. അദ്ദേഹം പറഞ്ഞു, വ്യഭിചരിക്കാൻ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് എൻ്റെ മുന്നിൽ നിർത്തിയാലും എനിക്കിപ്പോൾ താല്പര്യമില്ല. കാരണം വയസ്സ് 70 കഴിഞ്ഞ്. എനിക്കതിനോടുള്ള ആശ മുറിഞ്ഞിട്ടുണ്ട്, താല്പര്യമൊന്നുമില്ല. ഇന്നലകളിൽ വരെ വ്യഭിചരിച്ച് നടന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് പരസ്ത്രീകളുമായി ബന്ധപ്പെട്ട ഞാൻ ആശ മുറിഞ്ഞ് നിലകൊള്ളുന്നവനാണെന്ന് പറഞ്ഞ് പരിശുദ്ധമായ മക്ക ലക്ഷ്യം വെച്ച് നാട്ടുകാർക്ക് മുഴുവൻ ടാറ്റ ബൈ ബൈ കൊടുത്തുകൊണ്ട് മക്കയിൽ നിന്ന് യാത്ര തിരിക്കുന്നു, മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. 450 കിലോമീറ്റർ. ഇന്നൊരു കാറിൽ യാത്ര ചെയ്താൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഏകദേശം 5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയതെടുക്കും. അന്ന് ഒട്ടകത്തിന്റെ പുറത്തു പോകാൻ മരുഭൂമിയിലൂടെയുള്ള വളരെ ദുർഘടമാകുന്ന യാത്രയാണ്. ദിവസങ്ങളോളം എടുത്തിട്ട് വേണം അവിടെ എത്താൻ. അപ്പൊ അതിന് വേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും ഒരുക്കുമുതലുകളും ഒട്ടകത്തിന്റെ കട്ടിലിൽ കയറ്റി വെച്ച് വലിയതാകുന്ന ഒട്ടകത്തിന്റെ പുറത്ത് ഗരിമയോടുകൂടി നാട്ടുകാർക്ക് മുഴുവൻ ടാറ്റ കൊടുത്ത് എല്ലാവരോടും ഞാൻ നന്നാകാൻ പോവാണ്, ഞാൻ വിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര തിരിക്കാൻ മദീനയിൽ എത്താറായി. ഹറം ഷരീഫിന്റെ പരിസരത്തെത്തി മസ്ജിദ് നബവിയിലേക്ക് കടക്കാനായി. പരിശുദ്ധമാക്കപ്പെട്ട മദീനയുടേതാകുന്ന ഭാഗത്തേക്ക് ദിവസങ്ങൾ എടുത്തുകൊണ്ട് കടന്നു വന്ന ഈ മനുഷ്യൻ പരിശുദ്ധമായ ഹറമിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൻ്റെ നാട്ടിലുള്ളതാകുന്ന ഒരു കൂട്ടുകാരനെ വീണ്ടും കണ്ടുമുട്ടുന്നു. എന്താണ് ആയിഷ, നീ ഇവിടെ പതിവില്ലാതെ യാത്രയൊന്നും ചെയ്യാത്ത മനുഷ്യനാണല്ലോ, എപ്പോഴും കള്ളുകുടിച്ചും വ്യഭിചരിച്ചും അശ്ലീലമാക്കപ്പെട്ടത് കണ്ടും കേട്ടും നിലകൊള്ളുന്നതാകുന്ന നീ എന്തുകൊണ്ടാണ് ഈ പവിത്രമാക്കപ്പെട്ട മദീനയിലേക്ക് എത്തിയത്? വല്ല കച്ചവട ലക്ഷ്യമായിട്ടാണോ? ഒരു കച്ചവടവുമില്ല. ഞാൻ കച്ചവടം നടത്താൻ വന്നത് മുഹമ്മദുമായിട്ടാണ്. ഇസ്ലാമികപരമായ രീതിയിലുള്ള ജീവിതം നയിക്കാൻ, എനിക്ക് ആഖിറം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. പാരത്രിക ലോകം സന്തോഷകരമാക്കാൻ വേണ്ടി ഞാൻ മുഹമ്മദിനെ കാണാൻ വന്നതാണ്. ഈ മനുഷ്യന്റെ വർത്തമാനം കേട്ടുകൊണ്ട് ആശ്ചര്യത്തോടുകൂടി അതിശയത്തോടുകൂടി നിലകൊണ്ടതായ ആ മനുഷ്യൻ അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം മതം സ്വീകരിച്ചാൽ ചില നിയമങ്ങൾ, കർശനമായ ചില നിലപാടുകൾ മുഹമ്മദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമ്മുടെ കൂട്ടുകാരും നിനക്ക് പറഞ്ഞു തന്നില്ലേ എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ പറഞ്ഞു, പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. 5 നേരം നിസ്കരിക്കണമെന്നല്ലേ നീ പറയാൻ വരുന്നത്? എനിക്കറിയാം. പരീക്ഷയുമായി ബന്ധപ്പെട്ടിരുന്നല്ലേ നീ പറയാൻ വരുന്നത്? എനിക്കറിയാം. വ്യഭിചരിക്കരുത് എന്നല്ലേ വിശുദ്ധ ഇസ്ലാമിന്റെ നയം? അതെനിക്ക് വ്യക്തമായിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എൻ്റെ സമ്പത്തിന്റെ ഒരു വിഹിതം വർഷാവർഷം 2.5% കച്ചവടത്തിൻ്റെയും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ മുഹമ്മദിൻ്റെ കൈകളിൽ ഏൽപ്പിക്കൽ കൊണ്ട് എനിക്ക് യാതൊരുവിധ വിഷമവുമില്ല. കാരണം മുഹമ്മദ് അൽ അമീനാണ്, സത്യസന്ധനാണ്. മക്കക്കാരായി നമുക്കിടയിൽ തന്നെ ചെറിയ കുട്ടിയായി നിലകൊള്ളുന്ന കാലഘട്ടം മുതൽ എനിക്ക് മുഹമ്മദിനെ നല്ലതുവണ്ണം പരിചയമുണ്ട്. ആ മുഹമ്മദ് ഒരു തെറ്റുകുറ്റങ്ങളും ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിട്ട് എനിക്കറിവില്ല. അദ്ദേഹം ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ചിന്തിക്കുക പോലും ചെയ്യാത്ത നല്ല മനുഷ്യനാണ്, സൽസ്വഭാവിയാണ്, അൽ അമീനാണ്, സത്യസന്ധനാണ്. അവൻ്റെ കൈകളിലേക്ക് 2.5% കൃത്യമായി ഞാൻ സക്കാത്ത് ഏൽപ്പിച്ചാൽ അത് പാവപ്പെട്ടവർക്ക് കൃത്യമായി അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും നിങ്ങൾ എന്നെ പറഞ്ഞിട്ട് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് കരുതണ്ട. എന്തായാലും ഞാൻ കയറിയിട്ട് വരാമെന്ന് പറഞ്ഞ് മസ്ജിദ് നബവിയുടെ അകത്തളത്തിലേക്ക് കയറാൻ തുനിയുമ്പോൾ ഈ മനുഷ്യൻ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, കള്ളു കുടിക്കരുത് എന്ന വിഷയം നിനക്കറിയില്ലേ? ഈ മനുഷ്യൻ പിറകോട്ട് 2 അടി പിറകോട്ട് വെച്ചു. ആയിഷ എന്ന് പറയുന്ന പടുവൃതനായ മനുഷ്യൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക്, കൂട്ടുകാരന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കിയിട്ട് ചോദിച്ചു, കള്ളു കുടിക്കരുതെന്ന? അങ്ങനെയുണ്ടോ? വ്യഭിചരിക്കരുതെന്ന് കൂട്ടുകാരി പറഞ്ഞു, നിസ്കരിക്കണമെന്ന് പറഞ്ഞു, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു, സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു, സമ്പത്തുണ്ടെങ്കിൽ, ശാരീരികമായ പക്വതയുണ്ടെങ്കിൽ, വഴിയാലുള്ള കഴിവുണ്ട് എങ്കിൽ ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ നിയമങ്ങളും എനിക്ക് പഠിപ്പിക്കപ്പെട്ടു. പക്ഷെ ഇത് മാത്രം പറഞ്ഞിട്ടില്ല. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു, പക്ഷെ കള്ളുകുടിക്കരുത് എന്നുള്ള വർത്തമാനം പറഞ്ഞിട്ടില്ല. നീ പറയുന്നത് സത്യമാണോ? കൂട്ടുകാരനാകുന്ന അവിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. നമ്മൾ ഇന്ന് വരെ ആരാധിച്ചു പോതിരുന്ന ആരാധ്യ വസ്തുക്കളെ തന്നെയാണ് സത്യം. കള്ളുകുടിക്കരുത് എന്നുള്ളതാകുന്ന ആശയം മുഹമ്മദിന്റെ മതത്തിലുണ്ട്. ഹുരിമത്തുൽ ഖംറു എന്നാണ് മുഹമ്മദ് പറഞ്ഞു നടക്കുന്നത്. കള്ള് നിഷിദ്ധമാണെന്നാണ്. ഇത് കേട്ടുകൊണ്ട് ആ മനുഷ്യൻ പിറകോട്ട് വരുന്നു. 2 അടി പിറകോട്ട് മാറി ഒട്ടകത്തിന്റെ മൂക്ക് കയറ് പിടിച്ചിട്ട് തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങോട്ട് മക്കയിലേക്ക് പോകാൻ തുനിയാണ്.
ദിവസങ്ങളോളം യാത്ര ചെയ്ത് പരിശുദ്ധമാക്കപ്പെട്ടതായ മദീനയിലെത്തി. പരിശുദ്ധ പ്രവാചകനെ കാണാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ പ്രവാചകന്റെ തൃക്കരം പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ, അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ പിൽക്കാലം നമുക്കൊക്കെ റളിയല്ലാഹു അൻഹു പറയണം. അത്രമാത്രം ശ്രേഷ്ഠമായ സമുന്നതമായ സഹാബത്തിൻ്റെതാകുന്ന പദവിയിലേക്ക് എത്തേണ്ടതാകുന്ന മനുഷ്യൻ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചുകൊണ്ട് തിരിച്ചു നടക്കുമ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോകുന്നത്? നീ അങ്ങോട്ട് പോവാൻ? ആ നാട്ടിലോട്ട് പോവാൻ, മക്കത്തോട്ട് പോവാൻ. എന്താ നീ മുഹമ്മദിനെ കാണുന്നില്ലേ? നീ ഇപ്പൊ പറഞ്ഞില്ലേ കള്ളു കുടിക്കരുതെന്ന്. കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞ പരിപാടി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അതിന് ഞാൻ വല്ലാതെ അഡിക്റ്റായി പോയിരിക്കുകയാണ്. എൻ്റെ ഒട്ടകക്കട്ടിലേക്ക് നീ നോക്കെന്ന് പറഞ്ഞ് ഒട്ടകക്കട്ടിൽ കാണിച്ചു കൊടുത്തു. അതിനകത്തൊരു ഭാഗം നിറച്ചു മുഴുവനും കള്ളിൻ്റെ കുപ്പികൾ നിറച്ചു വെച്ചിരിക്കാൻ. ഒഴിഞ്ഞ ചില കുപ്പികളുമുണ്ട്, കള്ളു കുടിച്ചുകൊണ്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കള്ളു കുടിക്കാതിരിക്കുക എന്ന് പറയുന്നത്, ലഹരി നുണയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണെന്ന് പറഞ്ഞു. ഞാനിനി പോയിട്ട് അടുത്ത വർഷം വരാം. ഈ വർഷം എന്തായാലും മുഹമ്മദിന്റെ കൈക്ക് പിടിക്കാൻ ഞാനില്ല. ഞാൻ പോവാൻ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഒട്ടകത്തിന്റെ പുറത്ത് കയറി ഹിദായത്ത് എന്ന മഹനീയമായ വെളിച്ചത്തെ കെടുത്തിക്കളഞ്ഞിട്ട് ആ മനുഷ്യൻ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരുന്ന് മദ്യം കുടിച്ചുകൊണ്ട് മദീനയോട് വിട പറഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു പോകവേ ഒട്ടകത്തിന്റെ പുറത്തിരുന്ന് ഉറക്കം തൂങ്ങി നിലത്തേക്ക് വീണ് പെരടി കുത്തി വീണ് സാരമായ പരിക്ക് പറ്റി മാരകമാകുന്ന മുറിവുകളുണ്ടായി അദ്ദേഹം കാഫിറായി ചത്തുപോയി എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുകയാണ്. ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ. കാരാളിക്കോണത്തുള്ളതാകുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും സഹോദര സഹോദരിമാരും പഠിച്ചു വെക്കേണ്ടതാകുന്ന ഒരു ചരിത്രമാണ്. ആയിഷ എന്ന് പറയുന്ന പടുവൃദ്ധനായ മക്ക കണ്ട ഏറ്റവും വലിയ കള്ളുകുടിയും വ്യഭിചാരിയുമായിരുന്ന ഏറ്റവും വലിയ തെമ്മാടിയായി അക്കൂട്ടത്തിൽ നിലകൊണ്ടിരുന്ന മനുഷ്യൻ വിശുദ്ധമായി ഇസ്ലാം മതം സ്വീകരിക്കാൻ മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ സഞ്ചരിച്ച് പുണ്യ മദീനയിലെത്തി പരിശുദ്ധ പ്രവാചകന്റെ തിരിച്ചാരത്തി എത്തിയിട്ട് പോലും ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ മസ്ജിദുൻ നബവിയുടെ അകത്തളത്തിൽ തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദത്തിന് ദീനിയായ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ തൃക്കരം പിടിച്ച് വിശുദ്ധമായി ഇസ്ലാം മതം പുൽകാൻ സാധിക്കാതെ അദ്ദേഹം കാഫിറായി തിരിച്ചു പോയി. അദ്ദേഹം മരണപ്പെട്ടു. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴേക്ക് വീണ് പെരടി ഇടിച്ച് വീണ് സാരമായ പരിക്ക് പറ്റിയിട്ട് ചത്തുപോയി എന്ന് ഇമാമികൾ രേഖപ്പെടുത്തുമ്പോൾ ഞാനും നിങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കണം എന്ത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചവർക്ക് മാത്രമേ അല്ലാഹു നൽകുകയുള്ളൂ. രണ്ടാമത്തത്, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചു. നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും എന്ന് വേണ്ട ദീനിയാകുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ സാധിച്ചു. ബാക്കിയുള്ള എല്ലാ തിന്മകളും ഒഴിവാക്കാൻ അദ്ദേഹം നിർബന്ധിതനാണ്. അദ്ദേഹം അതെല്ലാം അനുശാസിക്കുന്നു, അതെല്ലാം അനുസരിക്കാനും അദ്ദേഹം തയ്യാറാണ്. പക്ഷെ കള്ള് എന്ന് പറയുന്നതാകുന്ന വലിയ വിപത്ത്, അത് വലിയ തെറ്റാണ് എന്ന് മനസ്സിലാക്കാതെ ഒരു കൊല്ലം ഞാൻ നല്ലതുപോലെ കുടിച്ച് ജീവിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പരിശുദ്ധമാകുന്ന മദീനയിൽ നിന്ന് തിരിച്ചുപോയ മനുഷ്യൻ അവസാനം അദ്ദേഹത്തിന്റെ അന്ത്യം കാഫിറായിട്ടാണ്. കള്ളു കുടിച്ചുകൊണ്ട് തന്നെ ഈ ലോകത്ത് നിന്ന് മോമിനാകാനുള്ള സൗഭാഗ്യം കിട്ടാതെ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാതെ മരണപ്പെട്ടു പോയി എന്ന് അഇമ്മത്തുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ എന്തിനാണ് തുടക്കത്തിൽ ഈ ചരിത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്? നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും അത്തരത്തിലുള്ളതാകുന്ന പ്രവണതയുമായി നിലകൊള്ളുന്നുണ്ടെങ്കിൽ, കാരാളിക്കുണത്തുള്ള ഏതെങ്കിലും സഹോദര സഹോദരിമാർ അത്തരത്തിലുള്ളതാകുന്ന ഒരു മോശമാകുന്ന പ്രവണതയുമായി ഇന്ന് വരെ നിലകൊണ്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് എങ്കിൽ, അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈമാൻ തെറ്റിപ്പോകും ഉറപ്പാണ്. ആയത്തുൽ ഹദീസുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഓതാം. ഡസൻ കണക്കിനുണ്ട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്. വിശുദ്ധമായ ഇസ്ലാമിൽ കള്ളുകുടി എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉപേക്ഷിക്കാൻ വേണ്ട നിർദ്ദേശം സ്വഹാബത്തിന് കൊടുത്തത്. ആവിർഭാവ കാലഘട്ടം, ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടം കള്ളുകൂടി നല്ലതുപോലെ നടത്തിയിരുന്ന ആളുകളാണ്. നല്ലതുപോലെ കള്ളുകുടിച്ചിരുന്നു. ഒരു കൈകളിൽ മദ്യവും മറുകണ്ണിൽ സ്ത്രീകളും ബലമായി പിടിച്ചുകൊണ്ട് നടന്ന ആളുകളാണ്. എന്ന് പറഞ്ഞാൽ മദ്യവും മദിരാശിയും, പെണ്ണും വേണം, അതുപോലെ തന്നെ അവർക്ക് കള്ളും വേണം. അതവർക്ക് അനിവാര്യമാണ് അറബികൾക്ക് അക്കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധമായി ഇസ്ലാം മതവുമായി പരിശുദ്ധ പ്രവാചകൻ ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായിട്ട് അവരെ പരിവർത്തനപ്പെടുത്തുകയാണ്.
بسم الله الرحمن الرحيم ومن ثمرات النخيل والأعناب تتخذون منه سكرا ورزقا حسنا إن في ذلك لآيات لقوم يعقلون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നഹ്ലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ومن ثمرات النخيل والأعناب تتخذون منه سكرا ورزقا حسنا. ലഹരി ഉൽപ്പാദിപ്പിക്കാൻ നിലകൊള്ളുന്നതായ ആളുകളായി നിങ്ങൾ മാറിയില്ലയോ? ഈന്തപ്പനകളിൽ നിന്നും സുന്ദരമാകുന്നതായ മുന്തിരികളിൽ നിന്നും നിങ്ങൾ ലഹരി ഉൽപ്പിക്കുന്നവരായി മാറിയില്ലയോ? വരിസഖൻ ഹസനാ, നല്ല നല്ല ആർഭാടകരമാകുന്ന ഭക്ഷണ പാനീയങ്ങളും നിങ്ങൾ അതിലൂടെ ഉണ്ടാക്കുന്നവരായി മാറിയില്ലയോ? ഖുർആൻ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട്, കള്ളിൻ്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്താൻ. നിങ്ങൾ വാറ്റി ഇതൊക്കെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, ഈ ലഹരി ഉൽപ്പന്നത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നത്, ഈന്തപ്പനയും അതുപോലെ തന്നെ നല്ല മുന്തിരിയുമൊക്കെ വാറ്റി നിങ്ങൾ ഈ ലഹരിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഈ പരിശ്രമിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുക. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹു, ഒരു വിഭാഗം ആളുകളും പുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അഫ്തിനാ ഫിൽ ഖംരി യാ ഹബീബല്ലാഹ്. നബിയേ, ഞങ്ങൾക്ക് കള്ളിന്റെ വിഷയത്തിൽ, മദ്യത്തിന്റെ വിഷയത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശം നൽകണേ റസൂലേ, കൃത്യമായ ഒരു നിർവചനം നൽകണേ റസൂലേ. ആ കള്ള് കൊള്ളാമെങ്കിൽ അത് കൊള്ളാമെന്ന് പറയണേ, അത് മോശമാണ് എങ്കിൽ മോശമാണെന്ന് പറയണേ. അഫ്തിനാ യാ റസൂലല്ലാഹ്, അഫ്തിനാ യാ ഹബീബല്ലാഹ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ളതാകുന്ന ഒരു വിഭാഗം സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോ പരിശുദ്ധമായ ഖുർആനിക വചനവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുകയാണ്. കള്ളിന്റെ വിഷയത്തിൽ 4 ആയത്തുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. 4ാമത്തെ ആയത്തിലൂടെ പരിപൂർണമായി കള്ള് വിഭാടനം ചെയ്യുകയാണ്, ഒഴിവാക്കാൻ അല്ലാഹു നിർദ്ദേശിക്കുകയാണ്. ലഹരി ഉൽപ്പന്നങ്ങൾ പരിപൂർണമായി നിർമാർജനം ചെയ്യാൻ ഉപദേശിക്കുകയാണ്. ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്താണ് ഓതിയത്. ഈ ആയത്ത് ഓതിയപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് കള്ളിന്റെ വിഷയത്തെ പറ്റി ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് 2ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, നബിയേ, തങ്ങളോട് അവർ വന്നുകൊണ്ട് മദ്യത്തെ പറ്റി ചോദിക്കും. നബിയേ, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ, ഈ ചൂതാട്ടത്തെ പറ്റിയും ഈ മദ്യത്തെ പറ്റിയും ജനങ്ങൾ തങ്ങളോട് വന്നുകൊണ്ട് ചോദിച്ചാൽ തങ്ങൾ അവരോട് പറയണേ, ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ വലിയ പാതകമുണ്ടെന്ന് തന്നെ ഉറപ്പിച്ച് പറയണേ റസൂലേ. അത് വലിയ തെറ്റാണ്, പാതകമാണെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. കള്ളിന്റെ വിഷയത്തിൽ ഇറങ്ങാനായത് ജനങ്ങളിൽ കുറച്ച് സ്വഹാബത്ത് അത് പിന്നെ ഒഴിവാക്കി. പൂർണ്ണമായി നിരോധനം വന്നിട്ടില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തു. സ്വഹാബത്തിൽ ചില ആളുകൾ ഒഴിവാക്കി. സാലിഹീങ്ങളായി അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകവേ ചിലർ വീണ്ടും രഹസ്യമായിട്ടൊക്കെ കുടിക്കുന്നവരായി. കാരണം നിരോധനം വന്നിട്ടില്ലല്ലോ, കുടിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അത് മോശപ്പെട്ട ഒരു സംഗതിയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവര് കള്ളുകൂടി വീണ്ടും തുടങ്ങി കേട്ടോ.
പിന്നീട് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്ത് പറയുന്നു, നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ ഖുർആൻ തന്നെ തെറ്റിച്ചോതാൻ തുടങ്ങി. കാരണം കള്ളു കുടിച്ചിട്ട് വന്നിരിക്കുകയാണ്. നിസ്കാരമുണ്ട്, നിസ്കാരം അന്ന് നിലനിൽക്കുന്നുണ്ട്, പക്ഷേ കള്ള് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തിട്ടില്ല, ഒഴിവാക്കാൻ വേണ്ടിയുള്ള കൽപ്പന വന്നിട്ടില്ല. അത് ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് സൂറത്തുകളെ തെറ്റിച്ചോതി. ഒരിക്കൽ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു വ്യക്തി ഓതിയത്, ഒരു സഹാബി തന്നെ ഓതിയത് ഇപ്രകാരമാണ്. എങ്ങനെ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅബുദൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബുദൂൻ എന്ന് ലാ എന്ന് ഓതേണ്ടത് ആ ലാം കട്ട് ചെയ്തിട്ട് ലാ എന്നുള്ള വാക്ക് കട്ട് ചെയ്തു. എന്നിട്ട് എങ്ങനെ ഓതി? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നബിയേ നബിയേ തങ്ങൾ കാഫിരീങ്ങളോട് പറയണേ, അഅ്ബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതായ ആരാധ്യ വസ്തുക്കളെ മുഴുവനും ഞാൻ ആരാധിക്കുന്നു എന്ന് പറയുന്നേ. നേരെ അർത്ഥം തിരിഞ്ഞ്. യഥാർത്ഥത്തിൽ അവിടെ എന്താ പറയേണ്ടത്? ലാ അഅ്ബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെ ഞാൻ ആരാധിക്കുകയില്ല എന്നാണ് പറയേണ്ടത്. ആ ലാ എന്നുള്ള വാക്ക് കട്ട് ചെയ്തു. അതോടുകൂടി എന്തുണ്ടായി? അഅ്ബുദു മാ തഅബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന സർവ്വ വസ്തുക്കളെ ഞാൻ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നുണ്ട് എന്നായി. സ്കാരത്തിലാണെന്ന് ഓർക്കണം, അർത്ഥം നേരെ തലതിരിയാണ്. അപ്പൊ കള്ളുകൊണ്ടുണ്ടായിത്തീരുന്നത് സ്വബോധം നഷ്ടപ്പെടുകയാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും വലിയ ചർച്ചയായി, വലിയ വിഷമമായി. സ്വഹാബത്തിൽ പ്രമുഖരാകുന്ന ആളുകൾ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിഷയത്തിൽ വീണ്ടും ഇടപെട്ടു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഖുർആനിക വചനം ഇറക്കുകയാണ്. കള്ളിന്റെ വിഷയത്തിൽ 3-ാമത്തെ ആയത്ത്, ലഹരിയുടെ വിഷയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون. സൂറത്തു നിസായിലൂടെ പരിശുദ്ധമായ ഖുർആനിക വചനം അല്ലാഹു വീണ്ടും നൽകുകയാ. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറാ, നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരരുതേ. ലാ തഖറബുസ് സ്വലാ, മദ്യം നുകർന്ന മതോന്മത്തരായി ഒരിക്കലും നിങ്ങൾ നിസ്കാരത്തിലേക്ക് അടുക്കരുതേ. കാരണം നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാത്ത അവസ്ഥയാണ്. ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ എന്താണ് ഓതുന്നത്, എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് തിരിച്ചറിയാത്ത കോലത്തിലാണ് നിങ്ങളുടെ പോക്കുള്ളത്. അതുകൊണ്ട് ഒരിക്കലും മദ്യപിച്ചുകൊണ്ട് മതോന്മത്തരായി നമസ്കാരത്തിലേക്ക് അടുക്കരുതേ, അടുക്കരുതേ. അപ്പൊ പിന്നെ നിസ്കരിച്ചുകൊണ്ട് കള്ളു കുടിക്കാതെ, നിസ്കരിക്കാൻ വരുമ്പോൾ കള്ളു കുടിക്കൂല, അങ്ങനെയായി. പിന്നെ അടുത്ത സെക്ഷൻ. കാരണം എന്താ? നിരോധനം വന്നിട്ടില്ല പൂർണ്ണമായി. അവർക്ക് അത്രത്തോളം അഡിക്റ്റായി നിൽക്കുന്ന ആളുകളാണ്. നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ പിന്നെ ഒഴിക്കും, ബാക്കിയുള്ള സമയത്തൊക്കെ കള്ളു കുടിക്കും. അങ്ങനത്തെ ആളുകളെ, എല്ലാവരും അല്ല, ചിലർ പിന്നെ ആ കോലത്തിലായി. ഈ ആയത്തും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 3/4% ആളുകൾ കള്ളൊഴിവാക്കിയെന്നാണ്. കാരണം നിസ്കാരത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്ത്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം കറക്റ്റായിട്ട് പക്കായിട്ട് കൊണ്ടുപോയാൽ എല്ലാ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും അത് ഒഴിവാക്കുമെന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിലൊരു 3/4 ആളുകൾ, അന്ന് കള്ളുകുടിച്ചുകൊണ്ടിരുന്ന ആളുകളിൽ എല്ലാവരും ഏകദേശം ആളുകളും ഒഴിവാക്കി. എന്നാലും ഒരു അല്പം സ്വല്പം 4% ഉണ്ട്. അവരിങ്ങനെ കള്ളുകുടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, പഠിച്ചു വെക്കണം നമ്മൾ ഈ സംഭവമൊക്കെ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മദ്യലഹരിയിൽ നിലകൊള്ളുന്ന, മദ്യം നിരോധനമാക്കപ്പെട്ടിട്ടില്ല. നിങ്ങളെ മദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമ്മളോർക്ക് അല്ലാഹ് ഈ ടീമുകളൊക്കെ കള്ളുകുടിച്ചിരുന്നു. വലിയ മഹാനാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മുസ്തജാബു ദഅവയാണ്, ദുആഇന് ഇജാബത്തുള്ളതാകുന്ന വ്യക്തിത്വമാണ്. പക്ഷെ അന്ന് നിരോധനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ അവർ വിശുദ്ധമാക്കപ്പെട്ടതായ ദീനിൽ നിലകൊണ്ടുകൊണ്ട് തന്നെ
ലഹരി ഉപയോഗിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളാണ്. ലക്കും ലഗാനുമില്ലാതെയല്ല, അല്പസ്വല്പമൊക്കെ മദ്യപിക്കും. അങ്ങനെ മദ്യപിച്ച് നിലകൊണ്ട് മുഹാജിറുകളിൽപ്പെട്ടതാകുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അൻസാരികളാകുന്ന മദീന നിവാസികളെ കുറിച്ച് അദ്ദേഹം മോശമായ രീതിയിലൊക്കെ ചില വാക്കുകളൊക്കെ പറഞ്ഞു. കള്ളു കലക്കറുമ്പോൾ അങ്ങനെയാണല്ലോ, അവർക്ക് പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ മുഹാജിരീങ്ങൾ നല്ല ഫഹറുള്ളവരാണ്, അന്തസ്സുള്ളവരാണ്, നിങ്ങൾക്ക് ആ അന്തസ്സൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അന്തസ്സിൻ്റെയും അഭിജാത്യത്തിൻ്റെയൊക്കെ കഥ പറഞ്ഞ് അദ്ദേഹം മദീനയിൽ വെച്ച് വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഒരു അൻസാരിയായ മനുഷ്യൻ ഒട്ടകത്തിൻ്റെ എല്ല് കൊണ്ടുവന്ന് നല്ലതുപോലെ മുഖത്ത് നല്ലൊരു അടിയും കൊണ്ട് കൊടുത്തു. ഫശജ്ജഹു ഷജ്ജതൻ മുവാദിഹത്തൻ, നല്ലതുപോലെ വ്യക്തമായി പാടുണ്ടാകുന്ന ഒരു കോലത്തിൽ നല്ലൊരു മുറിവ് പറ്റുന്ന രീതിക്ക് നല്ലൊരു അടി. മുറിവ് പറ്റിക്കഴിഞ്ഞപ്പോൾ ഫശക്കായില റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി അടുക്കൽ പോയിട്ട് പറഞ്ഞു, നബിയെ എന്നെ മനുഷ്യൻ അൻസാരിയപ്പെട്ടതാകുന്ന ഒരു മനുഷ്യൻ സ്വഹാബി അദ്ദേഹം എന്നെ അടിച്ചിട്ടുണ്ട്, എന്താ കാരണം ചോദിച്ചപ്പോൾ ഇതാണ്, മദ്യപിച്ച് ഞാൻ എന്ത് ചെയ്തു, അവനെക്കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞു. ഫഹർ വെക്കുന്ന വർത്തമാനം, ചീത്ത വർത്താനമൊന്നുമല്ല, ഫഹറും അന്തസ് വെക്കുന്നതായ വർത്തമാനം, നമുക്കാട് വലിയ സ്ഥാനം, നിങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വർത്തമാനം പറഞ്ഞതിൻ്റെ പേരിലാണ് അടി കിട്ടിയതെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ടൊരു ദുആ ചെയ്തു. എന്താണ് ആ ദുആ? നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംരി ശാഫിയൻ കാഫിയാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ലഹരിയുടെ വിഷയത്തിൽ, മദ്യത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പരിപൂർണമായ വ്യക്തമായ ഒരു തീരുമാനം നൽകണേ അല്ലാ. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിലകൊള്ളിക്കാതെ ഒരു തീരുമാനം പറയണേ അല്ലാ. ഒന്നില്ലെങ്കിൽ ഇത് അനുവദനീയമാക്കണം, അല്ലെങ്കിൽ പരിപൂർണമായി ഒഴിവാക്കണം. ഇത് തെറ്റാണെന്ന് പറഞ്ഞ് ഇത് ഒരു മോശമാകുന്ന രീതിയിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകുന്ന തലത്തിലേക്ക് പോകരുത് അല്ലാ. അല്ലാഹുമ്മ ബയ്യിൻ ലനാ ശാഫിയൻ കാഫിയൻ ഫിൽ ഖംരി യാ അല്ലാ. പരിപൂർണമായ നിലക്ക്, കാഫിയായ മതിയാകുന്ന നിലക്ക് നല്ല ഒരു മറുപടി ഈ ഖംറിന്റെ വിഷയത്തിൽ, മദ്യത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്ത് തീരണ്ട താമസം നസലൽ അമീൻ മലക്ക് ജിബ്രീൽ. ഹിജ്റ 3-ാം വർഷം അഹ്സാബ് യുദ്ധം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആദരവായ ഷഫിയായ നബി തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് ഓതുകയാണ് സൂറത്തുൽ മാഇദയിലെ പവിത്രമാക്കപ്പെട്ടതായ ആയത്താ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ فاجتنبوه لعلكم تفلحون إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم മുൻതഹൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ വിശുദ്ധമായതാകുന്ന ആയത്തുകൾ അല്ലാഹു അവതരിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം, തീർച്ചയായും പ്രശ്നം വെക്കുന്നതായ കോലുകളും ഈ പ്രതിഷ്ഠകളും ഈ ചൂതാട്ടവും ഈ മദ്യവുമെല്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ,
ഇതെല്ലാം പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്. ഇത് സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരെ, പ്രവാചകനിൽ വിശ്വസിക്കുന്നവരെ, മലായികത്തുകൾ വിശ്വസിക്കുന്നവരെ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരെ, ഈമാൻ പുൽകിയ ഒരൊറ്റ വ്യക്തിയും ഈ കള്ളിന്റെ വിഷയത്തിൽ ഇനി ചോദിക്കരുതേ. ഖുർആനിൻ്റെതാകുന്ന യഥാർത്ഥമായ രീതി, ഖുർആൻ ഇതാ പരിപൂർണമായി നിർമാർജനം ചെയ്യാനുള്ള ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, പിശാചിന്റെ ദുർവൃത്തിയിൽ പെട്ടതാണ്. ഫജ്തനിബൂ, അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഇത് ഒഴിവാക്കണേ. കള്ളുകൂടി ഒഴിവാക്കണേ, ചൂതാട്ടം നിങ്ങൾ ഒഴിവാക്കണേ. എത്രയെത്ര ചെറുപ്പക്കാരാണ് റമ്മി കളിച്ചുകൊണ്ട് നിലകൊള്ളുന്നവർ. ഓൺലൈൻ റമ്മി കളിച്ചുകൊണ്ട് സ്വന്തമായി കയ്യിൽ കിട്ടുന്ന പൈസ മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് കളയുന്നവരല്ലയോ. കയ്യിലേക്ക് പൈസ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ മുസ്ലിമേ, ഈ ചൂതാട്ടം വിശുദ്ധമായി ഇസ്ലാമിൽ പെട്ടതല്ല. വൽ അസ്ലാം, കോലുകൾ കൊണ്ടുള്ള പ്രശ്നം വെക്കലും വിശുദ്ധമായ ഇസ്ലാമിൽ പെട്ടതല്ല. ഇതെല്ലാം റിജുസും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ ദുർവൃത്തി പെട്ടതാണ്. അതുകൊണ്ട് പരിപൂർണമായി ഒഴിവാക്കണേ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ തീർച്ചയായും വിജയിക്കുമേ. നിങ്ങൾ അങ്ങനെ ഒഴിവാക്കിയാൽ പരിപൂർണ വിജയികൾ നിങ്ങൾ ഉൾപ്പെടും. ലഅല്ല എന്ന പദം അറബി ഗ്രാമർ അറിയാവുന്നവർക്കറിയാം. സാധാരണ രീതിയിൽ അത് ഉപയോഗിക്കൽ തറജി, പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നാണ് അർത്ഥം. അള്ളാഹു എനിക്ക് പുറത്ത് തന്നേക്കാം. ലഅല്ല ലി തറജി, അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. നമ്മളെ അവാമിലടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും പഠിച്ചു വന്ന അങ്ങനെയാണ്. പക്ഷെ ലഅല്ല എന്ന പദം ഖുർആനിൽ വന്നാൽ ലി തഹഖീഖി, ഖുർആനിൽ വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും. അങ്ങനെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. കാരണം കള്ള് ഒഴിവാക്കിയാൽ നിങ്ങൾ വിജയിച്ചേക്കാം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കള്ളൊഴിവാക്കിയാൽ നിങ്ങൾ ഉറപ്പായും വിജയിക്കും. അതാര് പറഞ്ഞു? ബഹുമാനപ്പെട്ട താജുദ്ദീൻ സുബ്കി റഹിമഹുല്ല ജംഉൽ ജവാമി എന്ന് പറയുന്ന നിദാനശാസ്ത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ലഅല്ല ഖുർആനിൽ വന്നാൽ, ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളിലുമൊക്കെ വന്നാൽ അവിടെ അർത്ഥം ശ്രദ്ധിച്ചു വെക്കണം. ലിത്തഹഖീഖി, ഉറപ്പായി നിങ്ങൾ വിജയിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ ഉറപ്പായും വിജയിക്കും. വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ ഇത് പരിപൂർണമായി ഒഴിവാക്കണം. ഖുർആനിൽ വചനം വന്നു. എന്താണ് കള്ളിൻ്റെ വിഷയത്തിലുള്ളതാകുന്ന ഷാഫിയും കാഫിയുമാകുന്ന വാക്ക് വന്നു. തീർന്നില്ല ഖുർആൻ. എന്നിട്ട് പറയാൻ റമ്മികളെ അതിനിടയ്ക്കൂടെ പറയാൻ റമ്മിയുടെ വിഷയം പറയേണ്ടത് തന്നെയാണ്. ഓൺലൈൻ റമ്മി കളിക്കുന്ന ഈ അടുത്തിടെ ഒരു സഹോദരി വിളിച്ചിട്ട് അവർ സങ്കടം പറഞ്ഞത് ഇതാണ്. ഭർത്താവ് രാത്രിയിൽ വന്നിട്ട് എപ്പോഴും അദ്ദേഹം മൊബൈലുമായിട്ട് ഇരുന്നിട്ട് റമ്മി കളിക്കാൻ, ഓൺലൈൻ റമ്മി കളിക്കാൻ. നമ്മളവർക്കും അതൊന്നും നാട്ടിൻപുറങ്ങളിൽ ഇല്ല എന്ന് ഇന്ന് സമൂഹത്തിൽ വല്ലാതെ കൂടി വരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിൽ വരെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധേന പൈസ ഉണ്ടാക്കണമെന്നുള്ള ചിന്തയാണ്. എങ്ങനെയെങ്കിലും അത് ലോട്ടറി എടുത്തിട്ടാണെങ്കിലും ഏത് വിധത്തിലും 25 കോടി കിട്ടിയവൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്? പരിതാപകരമാണ്. സങ്കടപ്പെട്ട് എപ്പോഴും ഓൺലൈനിലുണ്ട്. എല്ലാ മീഡിയയ്ക്ക് മുന്നിലും കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് എടുക്കേണ്ടിയില്ലായിരുന്നു. കാരണം ആളുകൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ്. 5 ലക്ഷം താ, 10 ലക്ഷം താ, കുറഞ്ഞ പൈസയെ ചോദിക്കുന്നുള്ളൂ. എല്ലാവർക്കും ലക്ഷത്തിൻ്റെ കണക്കെ പറയുന്നുണ്ട്. ഗവൺമെൻറ് എല്ലാം പിടിച്ചിട്ട് ആകെ അവന് കിട്ടിയിട്ട് 10 രൂപ അടുത്താണ് കിട്ടിയേക്കുന്നത്. ബാക്കിയെല്ലാം പോയിട്ടുണ്ട്, ടാക്സ് ഇതൊക്കെ ആയിട്ട് പോയി. എന്നിട്ട് പോലും പ്രഹർഷം. ഇത് ഹലാലാണോ? ആരോഗ്യപരമായി അവൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അത് നിഷിദ്ധമാണ്, നിഷിദ്ധമായ പൈസയാണ്. ചില ആളുകളൊക്കെ മനസ്സിൽ ഇപ്പോഴും ഒരു കൊതിയുണ്ട്, അടുത്ത വർഷമെങ്കിലും അവനെടുത്ത പോലെ ലാസ്റ്റെങ്കിലും പോയൊന്ന് എടുത്താൽ കൊള്ളാം, അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട് അല്ലേ? ഉണ്ട്, മനസ്സിൽ ചെറിയ കൊതിയുള്ളവർ അങ്ങനെ മുട്ടിട്ട് വന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അടുത്ത വർഷമെങ്കിലും ചെറുതായിട്ടൊന്ന് എടുക്കണം. ആരും അറിയില്ല, പതുക്കെ പോയി എടുത്താൽ മതി. ഇവിടുന്ന് അങ്ങ് മാറി വേറെ റൂട്ടിൽ പോയെടുത്താൽ മതി. ഇവിടുന്ന് കൗമിൻ്റെ മുന്നിൽ നിന്ന് എടുക്കുമ്പോഴല്ലേ വിഷയമുള്ളൂ. ഇന്ന സ്ഥലത്ത് ഞാൻ കണ്ടായിരുന്നു, അവിടെ പോയി എടുക്കാം എന്നൊക്കെ മനസ്സിൽ കരുതുവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ ഒരു ചിന്തയും വേണ്ട. ഏറ്റവും വലിയ ബാധകമാണ് ചൂതാട്ടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ ഈ സഹോദരി വിളിച്ചിട്ട് പറയാം, രാത്രിയിൽ എപ്പോഴും എന്താ റമ്മി കളിയാൻ. എന്താ ഭർത്താവിന് ജോലി? സാധാരണക്കാരനെ മനുഷ്യൻ, കൂലിപ്പണിക്കാരൻ. 26,000 രൂപയോളം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിൻ്റെ സങ്കടം പറയാൻ വിളിക്കാൻ. 26,000 രൂപ കയ്യിലോട്ട് കിട്ടിയെങ്കിൽ മുരിയാരെ വിളിക്കത്തുമില്ല, സങ്കടം പറിച്ചിലുമില്ല. ഇങ്ങോട്ട് കിട്ടിയിരുന്നെങ്കിൽ വിളിക്കുമായിരുന്നോ?
എപ്പോഴും മനുഷ്യൻ സങ്കടം പറയുകയും വിഷമം പറയുകയൊക്കെ പള്ളിയിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് എപ്പോഴാണ്? കയ്യിൽ നിന്ന് കാശ് പോയി എല്ലാം പോയി കഴിയുമ്പോൾ ലാഹവരുടെ ഇജാത്ത് വേണം, സദാ തലയെ പിടിച്ചൊന്ന് മന്ത്രിക്കണം, ഒരു മുട്ട ഊതി ഒന്ന് അടുപ്പിലിടണം, എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ പള്ളിയില്ല, പള്ളിക്കാരും ഇല്ല, ഉസ്താവന്മാരും ഇല്ല. പൈസ കയ്യിലുണ്ടെങ്കിൽ അഹങ്കാരിയായിട്ട് മാറി നിൽക്കും. ഒന്നുമില്ലാതെ വരുമ്പോഴാണ് പള്ളിയിൽ കയറുക, ഇഅ്തികാഫിനെ നിയ്യത്ത് ഓർക്കുക, ഇമാമിങ്ങളെ സന്ദർശിക്കുക, ഉസ്താദുമാരുടെ അടുക്കൽ പോകുക, ദിക്ർ വാങ്ങുക, സലാത്ത് ചൊല്ലിയിട്ട് പള്ളിയുമായി നിലകൊള്ളുക. എല്ലാം ഉണ്ടെങ്കിൽ, സൗഭാഗ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പള്ളിയിൽ നിന്ന് പുറകോട്ട് മാറി ചിന്തിക്കുക. എല്ലാവരും അല്ല, ചില ആളുകൾ അവർ മാറണമല്ലോ, മാറ്റം വരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പം അങ്ങനെ ധാരാളം കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങൾ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. സാമ്പത്തികപരമായി ഇത്തരത്തിലുള്ളതാകുന്ന പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പലരും കൊണ്ട് രഹസ്യമാക്കി വെച്ചിരിക്കാൻ ഭർത്താവിൻ്റെ ഇത്തരത്തിലുള്ള ദുശീലങ്ങൾ മറപിടിക്കുന്ന സഹോദരിമാർ നമുക്കിടയിലുണ്ട്. മിണ്ടൂല, കള്ളു കുടിക്കുന്നുണ്ട് ഭർത്താവ്. ഇപ്പോൾ എൻ്റെ ഇക്കൊക്കെ ഇപ്പം നല്ല പക്കാണ്, ആള് സൂപ്പറാണ്. നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, 4 കാലയിലാണ് നടക്കുന്നത്. നല്ല കള്ളും കുടിച്ചിട്ട് കൂത്താടിയിട്ട് നടക്കുന്നത്. പക്ഷെ പെണ്ണുങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഓളച്ചാറ് മാത്രം ഇങ്ങനെ വൈകിട്ടുകൊണ്ട് ടച്ചിങ്സ് താഴത്ത്. എന്നിട്ടും പറച്ചിലെന്താ, നമ്മുടെ ഇക്കാക്ക ഇപ്പം സൂപ്പറാന്നാ പറയുന്നത്. മിണ്ടൂല, ആരോടും പറയൂല. എന്നിട്ട് ഇത് വലിയ വിഷയമായി, പ്രശ്നമായി. ഓനിങ്ങനെ ടൗണിൽ തുണി അരിഞ്ഞിട്ട് അടിക്കുകയാണ്. ഓയൊരങ്ങാടിയിൽ ഭയങ്കര അടിയുണ്ടാക്കി, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞ് പ്രശ്നമില്ല ആയപ്പോഴത്തേക്കും അപ്പോഴാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ദുആ ഉസ്താദ് എന്തെങ്കിലും എന്താ, അപ്പോഴാണ് റീ എഡിഷൻ സെൻറ്ററുകൾ നമ്മൾ തിരക്കാൻ പോകുന്നത്. അതുവരെ ഇങ്ങനെ മറച്ച് വെക്കും. ആദ്യം തന്നെ ചികിത്സിക്കേണ്ട വിഷയം. ലോകാരോഗ്യ സംഘടന പറയുന്നത് ലഹരി എന്ന് പറയുന്നത്, മദ്യമെന്ന് പറയുന്നത് ഒരു ദുശ്ശീലമല്ല, ഒരു രോഗമാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മളിൽ എല്ലാവരും പറയുന്നത് എന്താണ്? അതൊരു ദുശ്ശീലമാണെന്നാണ്. അതൊക്കെ മാറിക്കോളും. കുറച്ചാൾ കഴിയുമ്പോൾ പ്രായത്തിൻ്റെതാകുന്ന പക്വതയില്ലായ്മ കൊണ്ട് ചെയ്തു വരുന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ മാറ്റം വരുമെന്ന് നമ്മൾ പറയുന്നു. ഒരിക്കലും മാറൂല, അതവൻ അഡിക്റ്റായി പോവുള്ളൂ. ചെറുതായിട്ട് തുടങ്ങാൻ എന്താണ് ഇതെന്ന് അറിയാൻ വേണ്ടി എടുത്തു വരിച്ച കുറ്റിബീഡി, കാജാബീഡി സാധനം പണ്ട് വരിച്ചു തുടങ്ങിയവർ ഇന്ന് ചുണ്ടും കറുത്ത് വായും കറുത്ത് ക്യാൻസറും വന്ന് മാരകമാകുന്ന രോഗത്തിനടിമപ്പെട്ട് RCCയുടെ വരാന്തയിലാണ്. എത്ര ആളുകളുണ്ട് അങ്ങനെ? ഇതെന്താ സാധനം എന്നറിയാൻ വേണ്ടി ഒന്ന് നോക്കിയതാണ്. പലരും അങ്ങനെയാണ് കള്ളു കുടിക്കുന്നത്. കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ നോക്കട, ഒന്ന് സാധനം നോക്ക്, ഒന്ന് സ്മോക്ക് ചെയ്ത് നോക്ക്, ഒരു ബഫ് എടുത്ത് നോക്ക് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടൊന്ന് എടുത്തതാ. പിന്നെ ആ എടുക്കൽ പിന്നെ ആദ്യം ഒരു ചുമയും ബുദ്ധിമുട്ടും പ്രശ്നമൊക്കെ ഉണ്ടായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതങ്ങ് കുഴപ്പമില്ലാതായി. പിന്നെ എന്തോ ഒരു കിക്ക് കിട്ടുന്ന പോലെ പിന്നെ തോന്നി. പിന്നെ അത് തുടരെയായി. ആഴ്ചയിൽ ഒന്നായിരുന്നു, പിന്നെ അത് മാസത്തിലായിരുന്നു, അതിങ്ങനെ അടുത്തടുത്ത് വന്നു. പിന്നെ ദിനേന അവൻ അതിന് അഡിക്റ്റായിപ്പോയി. ഇങ്ങനെ എത്ര ആളുകളുണ്ട് നമുക്കിടയിൽ. പിന്നെ കള്ളും അതേപോലെ തന്നെ, കഞ്ചാവും അങ്ങനെ തന്നെ. 10 വർഷം ഒരാൾ മദ്യപിച്ചെങ്കിൽ മാത്രമേ നല്ല മദ്യപാനിയാവുള്ളൂ. തുടരെ മദ്യപിച്ചാൽ 10 കൊല്ലമെങ്കിലും നല്ലതുപോലെ മദ്യപിക്കണം. ലഹരി അങ്ങനെയല്ല. ഇപ്പം പല വിധത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ബ്രൗൺ ഷുഗറും ഹഷീഷും, മാരകമാകുന്ന LSD എന്ന് പറയുന്നത് ചെറിയ ഒരു സ്റ്റാമ്പ് രൂപത്തിലുള്ള സാധനമാണ്. നാക്കിനടിയിൽ വെച്ച് കഴിഞ്ഞാൽ 3-4 മണിക്കൂർ നിൽക്കും അതിൻ്റെ എഫക്റ്റ്. അതിനേക്കാൾ മാരകമാണ് MDMA. മാരകമാകുന്ന ഉപയോഗമാണ്. ഇന്നത്തെ സമൂഹത്തിൽ വല്ലാതെ കൂടി വരുന്നു. ചെറുപ്പക്കാരൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നു. 2 ദിവസം to 7 ദിവസം വരെ, ഒരാഴ്ച വരെ നിൽക്കുന്നതാകുന്ന എഫക്റ്റ് നിൽക്കുന്നതാകുന്ന സാധനങ്ങളുണ്ട്. അത് വെറുതെ ഒരു ഗുളിക പോലെ വാക്കിനടിയിൽ വെച്ചാൽ സ്റ്റാമ്പ് രൂപത്തിലുള്ളത്. 4 ദിവസം 5 ദിവസമൊക്കെ അതിൻ്റെ എഫക്റ്റ് നിൽക്കും. ഏറ്റവും ചുരുങ്ങിയത് 2 ദിവസം വരെ നിൽക്കും. പക്ഷെ വില അതിനനുസരിച്ച് കാഠിന്യമാണ്. കള്ളിന് കിട്ടുന്ന ഒരു ക്വാർട്ടർ കിട്ടുന്ന കുപ്പിക്ക് കിട്ടുന്ന വിലയാകൂല ഇതിന്. ഈ സാധനം ഒരു ചെറിയ പാക്കറ്റ് മതി, ചെറിയൊരു സാധനം മതി, ലക്ഷങ്ങൾ വിലമതിക്കുന്നതാകുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് ബിസിനസ് ചെയ്യാനും അതിലൂടെ ജീവിതം കൊഴിപ്പിക്കാനും ആളുകൾ ഇന്ന് പരക്കം പായുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ അതിലേക്ക് വരാം. നിങ്ങൾ നോക്ക്, ഖുർആന്റെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഒഴിവാക്കാനുള്ളതാകുന്ന വാക്ക് പറയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. പരിപൂർണമായി നിങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹു പറയാൻ, നിരോധനത്തിന്റെ വർത്തമാനവുമായി അള്ളാഹു പറയാൻ. എന്താണ് ഈ കള്ളു കുടിച്ചാലുള്ള വിഷയം? ഒന്നാമതായി അള്ളാഹു പറയുന്നു, ശത്രുതാ മനോഭാവമായിരിക്കും എല്ലാവരോടും. 2, അള്ളാഹു പറയുന്നു കോപമായിരിക്കും. മനസ്സിലെപ്പോഴും ദേഷ്യമാണ്, എല്ലാവരോടും ദേഷ്യമാണ്. സ്വന്തം ഭാര്യയാണെന്ന് മനസ്സിലായിട്ട് പോലും കൂടെ കിടക്കുന്നവരോട് ദേഷ്യം, സ്വന്തം അയൽവാസികളോട് ദേഷ്യം, സ്വന്തം മാതാപിതാക്കളുടെ ദേഷ്യം, സ്വന്തം മക്കളോട് ദേഷ്യം, കാണുന്ന എല്ലാവരോടും ദേഷ്യം, ഭയങ്കര ദേഷ്യത്തിലുള്ള ഇടപെടൽ. അപ്പൊ ശത്രുതാ മനോഭാവം 1. രണ്ടാമത് ദേഷ്യം പിടിക്കൽ. ഇതവന്റെ കൂടപ്പിറപ്പായി മാറും കള്ളു കുടിക്കുന്നതിലൂടെ, ലഹരി നുണയുന്നതിലൂടെ. ഖുർആൻ പറയാണ്.
ഖുർആൻ അതിന് പ്രയോഗിച്ച വാക്ക്, മദ്യത്തിന് പ്രയോഗിച്ചത് ഖംറ് എന്നാണ്. ശരിക്കും ശ്രദ്ധിക്കണം. ഇന്നമൽ ഖംറു, തീർച്ചയായും ഖംറ് മദ്യം. ഖംറ് എന്ന് പറഞ്ഞാൽ മുഹമ്മർ, മറയ്ക്കുക എന്നാണ് അർത്ഥം. അല്ലേ? മറയ്ക്കുക. എന്താ മറയ്ക്കുന്നത്? ബുദ്ധിയെ മറയ്ക്കുന്ന സാധനം, മനുഷ്യന്റെ സ്വബോധത്തെ നഷ്ടപ്പെടുത്തുന്ന സാധനം, സ്വബോധം ഇല്ലാതാക്കി തീർക്കാൻ. അതുകൊണ്ട് തന്നെ സ്വബോധത്തെ മറയ്ക്കുന്ന ഏതെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം നിഷിദ്ധമാണ്. സ്വബോധത്തെ ഇല്ലാതാക്കി തീർക്കുന്ന ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ നിഷിദ്ധമാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞതാണ്. നോക്കൂ നിങ്ങൾ. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയുന്നു എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവ വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ. ഈ ചൂതാട്ടത്തിലൂടെയും ഈ മദ്യത്തിലൂടെയും മുഅ്മിനീങ്ങളെ നിങ്ങൾക്കിടയിൽ പിശാച് ഉണ്ടാക്കി തീർക്കുന്നത് കോപമാണ്. എല്ലാവരോടും ദേഷ്യമാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മദ്യപിച്ചുകൊണ്ട് ബഹളം വെച്ചതുപോലെ ജനങ്ങൾക്കിടയിൽ ദേഷ്യമുണ്ടാക്കുന്ന സംഗതിയാണ്. വൽ ബഗ്ളാഅ ഫിൽ ഖംരി വൽ മൈസിർ. ജനങ്ങൾക്കിടയിൽ ദേഷ്യം മാത്രമല്ല, അവരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുമേ. എത്രയെത്ര ആളുകളെ നമുക്ക് പരിചയമില്ലയോ. ലഹരി നുണയുന്ന ആളുകൾ, ബാർ ഹോട്ടലുകൾ വെച്ചുകൊണ്ട് തന്നെ ബഹളമുണ്ടാക്കുന്ന ആളുകളില്ലയോ. കള്ള് ഷാപ്പിൽ തന്നെ തുണി അരിഞ്ഞുകൊണ്ട് അടിയാണ്. വീട്ടിലേക്ക് വഴിനീള ബഹളം വെച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് കടന്നു വരുന്നവനാ. സ്വബോധമില്ലാതെ എല്ലാവരോടും മെക്കിട്ട് കയറുന്നവനാണ്. ചീത്ത വിളിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ്. വീട്ടിലേക്ക് വന്നാൽ അവന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയോട്, അവന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, അവന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട്, അവന്റെ കുടുംബത്തിലുള്ള എല്ലാവരോടും, അയൽവാസികളോട്, ബന്ധുക്കളോട് വരെ തട്ടിക്കയറാൻ പരിശ്രമിക്കുകയാണ്. ഒരു ചെറിയ വിഷയമുണ്ടായാൽ മതി, അത് പർവ്വതീകരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. 1400 വർഷം മുമ്പ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് ഇന്ന് നേർക്ക് നേരെ നാം കാണുകയല്ലയോ, ദർശിക്കുകയല്ലയോ. +2 പഠിക്കുന്ന മകൻ റൂമിൽ കയറി നിലകൊള്ളുകയാണ്. മണിക്കൂർ 10ആയി. ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നോക്കാൻ ഉമ്മ കതക് തുറന്നതാണ്, പാപ്പ കതക് തുറന്നതാണ്. പാപ്പാടെ ഉമ്മാടെ മെക്കിട്ട് കയറുകയാണ്, ദേഷ്യം പിടിക്കാൻ. എന്തിനാ അത് തുറന്നു? ഒച്ചപ്പാടും ബഹളവും. മകൻ. സ്ത്രീകളിൽ തന്നെ കള്ളുകുടിക്കുന്നവർ, ലഹരി നുണയുന്നവർ കൂടി വരുന്ന ഘട്ടം. കേരളം സാക്ഷരതയുടെ വിഷയത്തിൽ നമ്പർ 1 ആണ്. വിദ്യാഭ്യാസതാകുന്ന വിചക്ഷണർ ധാരാളമുള്ളതാകുന്ന നാടാണ് നമ്മുടെ നാട്. അറിവ് ധാരാളം നേടിയിട്ടുണ്ട്, ആത്മീയവും ഭൗതികവുമായി നേടിയിട്ടുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ലഹരിക്കും ഏറ്റവും അടിമപ്പെട്ടതാകുന്ന സ്റ്റേറ്റ്, സംസ്ഥാനം ഇന്ത്യയിൽ നമ്പർ 1 കേരളം തന്നെയാണ്. മനസ്സിലാക്കണം. പഞ്ചാബും ഹരിയാനയും ഒക്കെ കടത്തിവെട്ടി കേരളം നമ്പർ 1 ആയിട്ട് നിലകൊള്ളുകയാണ്. ലഹരിയുടേതാകുന്ന വിഷയത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 16% തീർക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. വിദ്യാർത്ഥികളിൽ തന്നെ 46% വിദ്യാർത്ഥികൾ, കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 46% 100-ൽ ലഹരിക്ക് അടിമപ്പെടുന്നവരാണ്. ഇന്നത്തെ തലമുറ അറിയണം. നമ്മളോർക്കും നമ്മുടെ മക്കളൊന്നും ഇതിലില്ല എന്ന്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. പക്ഷെ ശരിക്കും ശ്രദ്ധിക്കണം, എവിടേക്കാണ് ലോകം പോകുന്നത്. ഈ രീതിയിൽ തന്നെ കണക്കുകൾ പറയുന്നുണ്ട് എങ്കിൽ നമ്മുടെ മക്കളൊക്കെ അതിലേക്കുള്ളതാകുന്ന വഴികൾ തുറന്നു വരുന്നു എന്നുള്ളതാണ്. ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ. അല്ലേ? വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മൾ ചെന്നുകൊണ്ട് വിളിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കായിരിക്കും ഉമ്മ. മണിക്കൂറുകളായിട്ട് കഥകടച്ചുകൊണ്ട് റൂമിലിരിക്കുന്ന മകളോ മകനോ എന്താണ് എടുക്കുന്നത് എന്നറിയാൻ വേണ്ടി അവളുടെ റൂമിൽ ചെന്നുകൊണ്ട് വാതിലൊന്ന് മുട്ടിയാൽ ദേഷ്യം പിടിക്കുന്ന മക്കൾ.
ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ. ദേഷ്യം, മാതാപിതാക്കളുടെ ദേഷ്യം, വീട്ടിലുള്ള സാധന സാമഗ്രികൾ മുഴുവനും എറിഞ്ഞുടയ്ക്കുന്ന സ്വഭാവം, പ്രകൃതം. കള്ളു കുടിക്കുന്നതാകുന്ന ഭർത്താവ് വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ ഏത് സാധനമാണ് കൃത്യമായി അവശേഷിക്കുക? മക്കളെ വരെ നിലത്തടിക്കാൻ വേണ്ടി തയ്യാറാകുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം അല്ലേ? മക്കളെ വരെ നിലത്തടിച്ചു കൊല്ലുകയാണ്. കള്ളുവിന്റെ അതിപ്രസരമാണ്. ലഹരി ഉപയോഗിക്കുന്നതിൽ ഉണ്ടായിത്തീരുന്ന ഏറ്റവും മോശമാകുന്ന വ്യതിയാനം. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.